കിഞ്ചു കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണിത്. വീഡിയോ വരാൻ കുറച്ച് ലേറ്റായി, എനിക്ക് കോൾഡായത് കാരണമാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഓണവിശേഷങ്ങളും അത് കഴിഞ്ഞിട്ട് പഴം വരട്ടുന്നതുമുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളവിടെയൊക്കെ എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ചില്ലേ? അപ്പം നമ്മൾ എങ്ങനെയാണ് ഓണം ആഘോഷിച്ചെന്ന് വെച്ചാൽ, തിരുവോണത്തിൻ്റെ അന്ന് നമ്മൾ പൊതിച്ചോറ് കെട്ടിക്കൊടുത്തു. നമ്മൾ മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് കൂടെ ഇരിക്കുന്ന ആൾക്കാർക്ക് പൊതിച്ചോറ് കൊടുക്കുക ഒരു 5-6 വർഷം ഒക്കെ ആയിട്ട് ഉള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ അവിടെ വരും, നാളെയാണ് പൊതിച്ചോറ് എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പൊതിച്ചോറ് കെട്ടി കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു ചാറ് കൂട്ടാനും ഉപ്പേരിയും മാത്രമേ വെക്കാറുള്ളൂ, പിന്നെ വല്ല അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ വെക്കും. അപ്പോൾ ഇപ്രാവശ്യം ഓണമായ കാരണം നമ്മൾ സാമ്പാർ, അവിയൽ, കാളൻ, ഇഞ്ചിമ്പുളി, പപ്പടം, അതുപോലെ തന്നെ പഴം പുഴുങ്ങിയതും വെച്ചു. അപ്പോൾ തിരുവോണത്തിൻ്റെ അന്ന് അത് ആയിരുന്നു നമ്മളുടെ ഏറ്റവും വലിയ വിശേഷം. നമുക്ക് ഇപ്രാവശ്യം ഓണം ഉണ്ടായിരുന്നില്ല, ഒരു മരണം നടന്നാണ്. അപ്പോൾ അത് കൊടുത്തയച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഗ്രാമോത്സവം. അപ്പം നമ്മളെ വീടിൻ്റെ അടുത്തുള്ള LP സ്കൂളുണ്ട്, അവിടെ വെച്ചിട്ടാണ് ഗ്രാമോത്സവം നടത്താറ്. 4 വർഷമായിട്ട് നടത്താൻ പറ്റിയിട്ടില്ല. ആദ്യത്തെ 2 വർഷം വെള്ളപ്പൊക്കമായിട്ടും പിന്നെ 2 വർഷം കൊറോണയായിട്ടും നടത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം അതിഗംഭീരമായിട്ട് തന്നെ നമ്മൾ ഗ്രാമോത്സവം നടത്തി. എല്ലാവരും നല്ല രീതിയിൽ ആഘോഷിച്ചെന്ന് വേണമെങ്കിൽ പറയാം. രാവിലെ ഒരു 9:30 തൊട്ടിട്ട് വൈകുന്നേരം ഒരു 10 മണി വരെയായിരുന്നു പ്രോഗ്രാമുകൾ. അപ്പോൾ ഇതാ എൻ്റെ മേമന്മാരും അമ്മയ്ക്ക് നിന്ന് കളിക്കണ കണ്ട ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവർക്കും. അപ്പോൾ രാവിലെ തൊട്ടിട്ട് ഒരു 5:30 വരെ നമ്മൾ ഔട്ട് സ്റ്റേജ് പ്രോഗ്രാം എന്ന് അറിയില്ലേ, ചെറിയ ചെറിയ കളികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വൈകുന്നേരം സ്റ്റേജ് പ്രോഗ്രാം, സ്റ്റേജിൽ ഡാൻസ് പ്രോഗ്രാമുകൾ, പാട്ടും അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ സമ്മാനദാനം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം വിജയിച്ച SLC +2 വിദ്യാർത്ഥികൾക്കും, അതുപോലെ തന്നെ രാവിലെ പങ്കെടുത്ത കുറേ പരിപാടികളിൽ പങ്കെടുത്ത് ഫസ്റ്റ് സെക്കൻഡൊക്കെ മേടിച്ചില്ലേ, അങ്ങനെ അവർക്കും സമ്മാനദാനം ഉണ്ടായിരുന്നു. അതിൽ എനിക്കും എൻ്റെ മോൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യവും ഇങ്ങനെ നമ്മൾ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കും കേട്ടോ, ചെറിയ കുട്ടികളെ തൊട്ടിട്ട് വലിയ വയസ്സായത് വരെ. അപ്പോൾ നമുക്ക് തോന്നും, ഈശ്വര ഇവർക്കൊക്കെ എന്താ എനർജിന്ന്. നല്ല എനർജിയിലായിരുന്നു ഇവരൊക്കെ കളിച്ചിരുന്നു. എൻ്റെ മോളൊന്നും പിടിച്ചാൽ കിട്ടിയൊന്നുമില്ല. കിടന്ന് ഞാൻ വീട്ടിലേക്ക് വിളിക്കുകയാണ് സ്കൂളിൽ നിന്ന്, ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഉച്ചയ്ക്ക്. പക്ഷെ അവളെ കിട്ടണേ ഉണ്ടായിരുന്നില്ല. ട്രൗസറൊക്കെ ഇങ്ങനെ ചെളിയിൽ മുങ്ങിയിട്ടാണ് നിന്നിരുന്നത്. അവിടെ കളിച്ചിട്ടാണ്, സ്കൂളല്ല, അപ്പോൾ അവിടെ കുറച്ച് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ വിളിക്കുമ്പോൾ അവൾ അവിടെ നിന്ന് കളിക്കുമായിരുന്നു. എല്ലാവർക്കും നല്ല സന്തോഷമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇപ്രാവശ്യം ഓണം ആഘോഷിച്ചത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് കിടക്കാം, നമ്മുടെ പാചക വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതുപോലൊരു പഴക്കല മിക്കവാറും വീടുകളിൽ ഉണ്ടായിരിക്കും. ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴം കഴിക്കാതെ ഇതുപോലെ നല്ല പോലെ പഴുത്തിട്ട് ചിലപ്പോൾ അങ്ങനെ ചീഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക്, ചീഞ്ഞതല്ല നല്ല ഭാഗമൊക്കെ എടുത്തിട്ട് നമുക്ക് പഴം വരട്ടാം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ശർക്കര എടുത്തിട്ട് നമുക്കത് ഉരുക്കി വയ്ക്കാം. ഇനി നമുക്ക് ഈ പഴം എടുത്തിട്ട് ഇതിൽ നല്ല ഭാഗങ്ങളൊക്കെ എടുത്ത് കഴുകിയിട്ട് വേണം എടുക്കാനായിട്ട്. ചില ഫംഗസ് വന്ന ഭാഗങ്ങളൊന്നും എടുക്കില്ല. കഴുകി നമ്മൾ വൃത്തിയാക്കി നല്ല പഴം നോക്കി എടുത്തിട്ട് അതിലെ ഉള്ളിലത്തെ അരി കളയുക, ആ കറുത്തിട്ടുള്ള ഭാഗങ്ങളില്ല അതൊക്കെ കളയുക. എന്നിട്ട് വേണം നമ്മളിത് മിക്സിയിലിട്ട് അടിക്കാനായിട്ട്. അതൊക്കെ കളഞ്ഞ് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിലിട്ടിട്ട് നമുക്ക് അടിച്ചെടുക്കാം. പഴം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 10-30 പഴമൊക്കെ ഉണ്ടാവും. അതിൽ ചിലതിൻ്റെയൊക്കെ അടിഭാഗം കേടുള്ളത് അല്ലെങ്കിൽ നല്ല പഴുപ്പായിട്ട് വരുന്നതൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇത് നല്ലപോലെ മിക്സിയിലടിച്ച് ജ്യൂസ് പോലെ ആക്കിയിട്ടുണ്ട്. വേറെ വെള്ളമൊന്നും വെച്ചിട്ടല്ല കേട്ടോ. ഇനി നമ്മൾ ഉരുളി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ പഴം അടിച്ചത് നേരിട്ടിട്ട് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. ഉരുളി ചൂടാണേക്കാളും മുന്നേ നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഇത് പാചകം ചെയ്യുമ്പോൾ നമ്മൾ വേറൊരു പണി ഇതിൻ്റെ ഇടയിൽ നടക്കില്ല. കാരണം ഇത് ഒഴിച്ച അപ്പം തൊട്ടിട്ട് തന്നെ നമ്മൾ ഇതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇതിൽ ഓയിലോ അല്ലെങ്കിൽ നെയ്യൊന്നും ആദ്യം ഞാൻ ഒഴിച്ചിട്ടില്ല. അത് കാരണമാണ് നമ്മൾ, അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമ്മൾ സമയമൊക്കെ എടുത്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. എന്തായാലും ഒരു 2 മണിക്കൂറിൻ്റെ അവിടേക്ക് എടുക്കും ഇത് ഒന്ന് കറക്റ്റായിട്ട് വരാനായിട്ട്. അപ്പോൾ അത് ഇപ്പോഴൊക്കെ നമുക്കിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നല്ല സുഖത്തിൽ ഇങ്ങനെ മിക്സ് ചെയ്യാൻ പറ്റും. ഇതിനി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് വെന്ത് ടൈറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് മിക്സ് ചെയ്യാനായിട്ട്. ഇത് നമുക്ക് മിക്സിയിൽ അടിച്ചില്ലേ, എന്നിട്ട് മിക്സിയിൽ അടിക്കുന്നതിനേക്കാളും മുന്നേ പഴം പുഴുങ്ങിയിട്ട് വേണമെങ്കിൽ മിക്സിയിൽ അടിക്കാം കേട്ടോ. അപ്പോൾ അത് ഇരട്ടിപ്പണി ആവില്ലെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത്. ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്യാറുള്ളത്. ഇപ്പോൾ ഇതാക്കണ്ട, ടൈറ്റായി തുടങ്ങിയിട്ടുണ്ട്. പഴമൊക്കെ നല്ലപോലെ വെന്ത് കുറച്ചൊക്കെ ഇങ്ങനെ
അതിൻ്റെ നേരത്തെ ഒഴിച്ചതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം. അപ്പം നമ്മൾ 3/4 കിലോ ശർക്കരയാണ് എടുത്തുള്ളത്. അത്രയും വേണ്ടി വരില്ല നമുക്ക്. ആദ്യം നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുത്ത് നോക്കിയാൽ കേട്ടോ. അപ്പോൾ ശർക്കര നമ്മൾ ഉരുക്കി ആദ്യം തന്നെ അരിച്ച് വെച്ചിട്ടുണ്ട്, കുറച്ച് വെള്ളത്തിൽ ഞാൻ നേരത്തെ കാണിച്ചില്ലേ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ 3/4 ഭാഗമാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ മധുരം നോക്കിയപ്പോൾ കറക്റ്റാണ് കേട്ടോ. പക്ഷെ ഞാൻ കുറച്ചും കൂടിയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പഴത്തിൽ നിന്ന് ഇങ്ങനെ പുളി ഇറങ്ങുമെന്ന് പറയും. ചിലപ്പോഴാണ് നല്ല പഴുത്തിൽ നിന്നൊന്നും ഇറങ്ങില്ല. അപ്പോൾ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല കറക്റ്റ് പാകത്തിൽ തന്നെ നമുക്ക് കിട്ടും. ഇതിനി ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി മധുരം ഒഴിക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നാളികേരപ്പാൽ വെക്കാൻ പറ്റും. നമ്മൾ പായസം വെക്കുമ്പോൾ 1-ാം പാൽ 2-ാം പാലൊക്കെ എടുത്തിട്ട് വെക്കില്ലേ, അതുപോലെ ആദ്യം പഴം ഈ 1-ാം പാലും 2-ാം പാലും ഒഴിച്ചിട്ട് 2-ാം പാലും 3-ാം പാലും ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ അവസാനം മധുരമൊക്കെ ചേർത്ത് ഏറ്റവും അവസാനം 1-ാം പാൽ, അതായത് തമ്പാൽ ഒഴിക്കുക. അങ്ങനെ ചെയ്യാം. പക്ഷേ നമ്മൾ ഇപ്പോൾ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പഴം നമുക്ക് കുറേ നാൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു പഴം വരട്ടിയത് ഉപയോഗിച്ചിട്ട് നമുക്ക് പഴം പായസം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് എന്താ പറയുക, കുറേ കാലം കേടുകൂടാതെ നമുക്ക് വെക്കുമ്പോൾ ഗൾഫിലേക്കൊക്കെ കൊടുത്തയക്കാം. അതുപോലെ തന്നെ നമുക്കിനി വേറെ വിശേഷങ്ങൾ വരുമ്പോൾ പായസം വയ്ക്കാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നല്ലപോലെ ടൈറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ മിക്സ് ചെയ്യുമ്പോൾ ഉരുളിയടക്കം എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരുമായിരുന്നു. അപ്പോൾ 2 കൈയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്തുള്ളത്. ഭയങ്കര ടൈറ്റായി തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് 2-3 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അത്രയും ഞാൻ ചേർക്കണുള്ളൂ കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നെയ്യ് ഒഴിച്ചിട്ട് ഞാൻ നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റാവുന്ന ഒരു റെസിപ്പിയെന്ന് ഞാൻ പറയില്ല. സമയം എടുത്തിട്ട് തന്നെയാണ് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ട്. നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല, കാരണം എനിക്കറിയില്ല. ഇത് നട്ട്സും കിസ്മിസും ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യിലാണ് വറുത്തെടുത്തുള്ളത്. ആ നെയ്യ് അടക്കം നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇത് നമ്മൾ ഗാർണിഷിന് വേണ്ടിയിട്ടല്ല ഇടുന്നത്. നമുക്കിതിൻ്റെ ഇടയിൽ കഴിക്കുമ്പോൾ, അതായത് നമ്മളിത് കട്ട് ചെയ്ത് കഴിക്കില്ലേ, ആ സമയത്ത് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ. ഇതിനി നമ്മൾ തീയൊക്കെ ഓഫാക്കി, അതായത് അടുപ്പ് ഇതിലാണ് നമ്മൾ വെച്ചുള്ളത്. അപ്പോൾ നമ്മൾ തീ ഇനി കത്തിക്കണില്ല. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് അരിപ്പൊടി കുറച്ച് ചൂടുവെള്ളത്തിൽ കലക്കിയതാണ്, അത് ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് കട്ടയാവാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒഴിച്ച് വയ്ക്കാൻ നമ്മൾ പെട്ടെന്ന് സ്പീഡിൽ തന്നെ ഇത് മിക്സ് ചെയ്യണം കേട്ടോ. ഇതും കൂടി ഒഴിച്ചാൽ നമുക്കിതിങ്ങനെ അലുവ കട്ട് ചെയ്തെടുക്കില്ല, അതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. ഞാൻ 2 കൈയൊക്കെ ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. ഇനി നമുക്കിതാ ഒരു 2 കിണ്ണം എടുത്തിട്ട് ആ 2 കിണ്ണത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നല്ല ചൂട്ടോടെ തന്നെ, ആ ഒരു ചൂട കണ്ട ആവിയൊക്കെ പോകുന്നുണ്ട്, ആ ചൂട്ടോടെ തന്നെ നമ്മൾ ഇതിലേക്ക് പരത്തി കൊടുക്കാന്നറിയില്ല, സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു തവീരെ ബാക്കിലല്ലേ, നമുക്ക് പരത്താൻ ബുദ്ധിമുട്ടാണത്. അപ്പോൾ കുറച്ച് നെയ്യ് ആക്കിയിട്ട് വേണം നമ്മളിത് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട്. നല്ല ചൂട്ടോടെ തന്നെ ചെയ്യും വേണം. ചൂടാറിക്കഴിഞ്ഞത് കട്ടിയാവും, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ 2 കിണ്ണത്തിലാണ് ഞാനിങ്ങനെ ആക്കി വെക്കുന്നുണ്ട്. ഗാർണിഷിന് ഞാൻ മേലെ കുറച്ച് നട്ട്സും കൂടി ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യത്തിന് ഇതിൽ നട്ട്സും കിസ്മിസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനി ചൂടാറണം. നല്ലപോലെ ചൂടാറിയതിന് ശേഷം വേണം നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇത് ചൂടാറാനായിട്ട് വെച്ചിട്ട്. ഞാൻ 2 മണിയാകുമ്പോൾ വെച്ചതാ, ഇപ്പോൾ 4 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ അലുവൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന പോലെ സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ചെറിയൊരു ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പഴമൊക്കെ വേസ്റ്റ് ആക്കാണ്ട് ഇതുപോലെ വെരുകി എടുക്കാൻ പറ്റും. നമുക്ക് എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ ഫ്രീസറിൽ ഇതിങ്ങനെ ടൈറ്റായിട്ടുള്ള ബോക്സിലാക്കി വെക്കാം. നല്ല രസമല്ലേ അത്, കാണാനും കഴിക്കാനും ഒക്കെ രസമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം.
അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വേഗം തന്നെ വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.